ഇറാഖിൽ നടത്തിയ സന്ദർശനത്തിനിടയിൽ തനിക്ക് നേരെ ഒരു വധശ്രമമുണ്ടായി. കൊല്ലാൻ ശ്രമിച്ച ചാവേറുകൾക്കിടയിൽ ഒരു യുവതിയുമുണ്ടായിരുന്നു. വളരെയധികം നടുക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാഖ് യാത്രയ്ക്കിടയിൽ തന്നെ വധിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വെളിപ്പെടുത്തുന്നത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയെ നിർവീര്യമാക്കി. ഈ പദ്ധതി നടക്കാതെ പോയി എന്നാണ് മാർപ്പാപ്പ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലൂടെ വിശദീകരിക്കുന്നത്. നിലവിൽ BBC അടക്കം ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ സംഭവം കുറച്ചു കാലം മുൻപാണ് സംഭവിച്ചിരിക്കുന്നത്. 2021 മാർച്ചിൽ ബാഗ്ദാദിൽ ഇറങ്ങിയ ശേഷമാണ് വധഗൂഢാലോചനയെക്കുറിച്ച് താൻ അറിഞ്ഞതെന്നാണ് പോപ്പ് വ്യക്തമാക്കുന്നത്. ഒരു പൊതുപരിപാടിയിൽ അവിടെ നടക്കുന്നതിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു താൻ പോയത്. അന്ന് തന്നെ വകവരുത്താനായി 2 പേർ ചാവേർ ബോംബാക്രമണം നടത്താനായി തയ്യാറെടുത്തിരുന്നു. അങ്ങനെ ഒരു വിവരം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് കിട്ടി. പിന്നീട് ഈ 2 അക്രമികളെ സുരക്ഷാ വിഭാഗം കണ്ടെത്തി കൊലപ്പെടുത്തിയെന്നാണ് പോപ്പിന്റെ ആത്മകഥയിൽ പറയുന്നത്. പോപ്പിന്റെ പുറത്ത് ഇറങ്ങാനിരിക്കുന്ന ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ലാ സെറ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനമായിരുന്നു പോപ്പ് ഇറാഖിലേക്ക് നടത്തിയത്. ഒരു മാർപ്പാപ്പ ഇറാഖിലെത്തിയത് പോലും ആദ്യമായിട്ടായിരുന്നു. കനത്ത സുരക്ഷ തന്നെയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരുക്കിയത്. എന്നിരുന്നാലും ആ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം തന്നെയായിരുന്നു അന്ന് നടത്തിയത്. ഇറാഖ് സന്ദർശനം വേണ്ടെന്ന് പലരും പോപ്പിനെ അന്നേ ഉപദേശിച്ചിരുന്നു. പക്ഷേ തന്റെ അതിയായ ആഗ്രഹം അനുസരിച്ചുകൊണ്ടാണ്, തനിക്ക് പോകണമെന്നുള്ള തന്റെ ഒരു പ്രത്യേക താല്പര്യമെടുത്താണ് അന്ന് അവിടെ സന്ദർശനം നടത്തിയതെന്നും പോപ്പ് തന്നെ പറയുന്നു. എന്നാൽ ഇതിൽ നടുക്കുന്ന ഒരു വിവരം എന്തെന്നാൽ ചാവേറായി എത്തിയ 2 പേരിൽ ഒരാൾ യുവതിയായിരുന്നു എന്നുള്ളതാണ് പോപ്പ് പറയുന്നത്. തന്നെ വകവരുത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ഒരു വാനും വളരെ വേഗത്തിൽ തനിക്ക് നേരെ പാഞ്ഞെടുത്തുവെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് തൊട്ടടുത്ത ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥനോടായിരുന്നു താൻ ചോദിച്ചത്. അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഹോപ്പ് എന്നുള്ളതാണ്. ജനുവരി 14 ഇത് പ്രസിദ്ധീകരിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.